ഹായ് മുത്തുമണികളെ, ഇന്നത്തെ കുഞ്ഞു വീഡിയോ നെഹൽമോൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടമ്പനാട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കെടുത്ത് ഞങ്ങൾ 3 പേരും കൂടെ കടമ്പനാട്ടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വളവാണ്, ഇസഡ് വളവ് കേട്ടോ. അങ്ങനെ നെഹൽമോൻ ആദ്യമൊക്കെ വേണ്ട, മുടി വെട്ടിക്കണ്ട, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കടമ്പനാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്, നല്ല അടിപൊളി കടകൾ, ഫ്രൂട്ട് സ്റ്റാളുകൾ. അങ്ങനെ നമ്മൾ മുടി വെട്ടിക്കുന്ന ആ സലൂണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. അങ്ങനെ ബൈക്കൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെഡ് സോൺ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം നമ്മൾ സ്ഥിരം ഇവിടെയാണ് നെഹൽമോനെ മുടി വെട്ടിക്കാറ്. അച്ചാച്ചനും ഇവിടെ തന്നെയാണ് മുടി വെട്ടിക്കുന്നത്. അപ്പോൾ ആകെ കരഞ്ഞ് ബഹളം വെച്ച് വെളിയിൽ കൊണ്ടുപോയി. പിന്നീട് നെഹൽമോനെ നമ്മൾ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ഈ ചേട്ടനെ കൊണ്ടല്ലായിരുന്നു വെട്ടിക്കുന്നത്, നമ്മൾ വേറൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനെ ഇന്ന് ഇല്ലായിരുന്നു. അപ്പം നെഹൽമോൻ സീറ്റിലിരുത്തിയപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ ആശ്വസിപ്പിച്ച് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാം, മാഗി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ടൊന്നും നെഹൽമോൻ സമ്മതിക്കുന്നേയില്ല. നല്ലൊരു ഷോപ്പാണ് കേട്ടോ. ഒട്ടുമിക്ക ഞങ്ങളുടെ ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് മുടി വെട്ടിക്കാറ്. ഇവിടെ നല്ലൊരു സർവീസാണ് ഇവർ ചെയ്യുന്നത്. നല്ല ഹെയർ കട്ടിങ്ങും കാര്യങ്ങളും. ഈ കാണുന്നത് ബോയ്സ് സ്കൂളാണ് കേട്ടോ. കടമ്പനാട്ടെ ഒരു സ്കൂളാണ് ഈ കാണുന്നത്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട സമയമാണ്, ഇപ്പോൾ ട്യൂഷൻ വിട്ട സമയമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുവാണ്. അങ്ങനെ ലാസ്റ്റ് പപ്പയുടെ മടിയിലിരുത്തിയാൽ ഞാൻ മുടി വെട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ നെഹൽമോനെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടന് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ മുടി വെട്ടിക്കാനായതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് മാസ്ക് എടുത്ത് വെച്ച്, ഭയങ്കര തുമ്മലായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ പെട്ടെന്ന് പോയി മാസ്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നെഹൽമോനെ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീരൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചിരിച്ചാൽ കരയും, ആ ഒരു മട്ടിലാണ്. ഞാൻ ചിരിക്കാനേ പാടില്ല. 6 മാസം ആകുമ്പോഴേക്ക് നെഹൽമോന് 3.5 വയസ്സാകത്തതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജലദോഷം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുടി ഒന്ന് വളരുമ്പോഴേ കൊണ്ടുവന്ന് വെട്ടിക്കുന്നത്. ഇപ്പോഴേ വളർത്തേണ്ട കാര്യമില്ല. അങ്ങനെ മുടിയെല്ലാം വെട്ടി നെഹൽമോൻ ഉഷാറായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നെഹൽ പ്രദീപ് എന്നാണ് കുഞ്ഞിൻ്റെ പേര്. നെഹാമോൻ, നെഹ എന്നൊക്കെയാണ് ഞാനും അച്ഛനും കുഞ്ഞിനെ വീട്ടിൽ വിളിക്കാറ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നെഹ വ്ലോഗ്സ് എന്നാണ്. എൻ്റെ കൂട്ടുകാരിൽ പലരും എന്നോട് ചോദിക്കുന്നത് നേഹ എന്തോ പറയുന്നു, നേഹയ്ക്ക് സുഖമാണോ? നേഹ എന്നാണ് അവരെല്ലാവരും കരുതിയിരിക്കുന്നത്, നേഹ അല്ല, നെഹ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടുന്നതിന് ഇവിടെ 100 രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്.